സമസ്ത നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, അബ്ദുൾ ഹക്കീം അസരി പറഞ്ഞിരിക്കുന്നത് ഗ്യാൻവാബി വിഷയത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം അത് എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ദേശീയ തലത്തിൽ ക്ഷണിച്ചു വരുത്തിയ ഒരു സാഹചര്യമെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അത് ഒരു വലിയ വിഷയമാക്കി കേരളത്തിലും മാറുന്നു. കേരളത്തിലും ആ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമായി പുറത്തേക്ക് കൊണ്ടുവരണം വരികയാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? സമസ്ത വിഷയത്തിനകത്ത് പരസ്യമായി എടുക്കാൻ ഉദ്ദേശിക്കുന്ന നിലപാട് എന്താണ്? സമസ്ത കേരള ജമീയത്തിലൂടെ നിലപാട് ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാരാണ് പറയേണ്ടത്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്ത് 1990 ദ പ്ലേസ് ഓഫ് വർഷിപ്പിംഗ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നത് പ്രോഹിബിറ്റ് കൺവേർഷൻ ഓഫ് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്നുണ്ട്. അത് നിലനിർത്തൽ ആസ് ഇറ്റ് എക്സിസ്റ്റഡ് ഓൺ ദ 15th day of August 1947. 1947 ഓഗസ്റ്റ് 15 എങ്ങനെയാണോ ആരാധനാലയങ്ങൾ ഉള്ളത്, ആ ആരാധനാലയങ്ങൾ നിലനിന്നിരുന്ന അതേ അവസ്ഥയിൽ അവ നിലനിർത്തണം എന്ന് നേരത്തെ GM ബനാസ്വാല അവതരിപ്പിച്ച ഒരു സ്വകാര്യ ബില്ല് ഗവൺമെന്റ് ബില്ലായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണം നടത്തപ്പെട്ട സാഹചര്യത്തിൽ അത് പാലിക്കുകയാണ് ശരിക്കും രാജ്യത്ത് വേണ്ടത്. ഗ്യാൻവാബി ബസിന്റെ വിഷയത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും ശരി, പുതിയ വിവാദമുണ്ടാക്കി ആരാധനാലയങ്ങളുടെ പേരിൽ മനുഷ്യർ തമ്മിൽ തല്ലുന്നതും അതിൽ അവകാശവാദം ഉന്നയിക്കുന്നതും അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് കൃത്യമായൊരു നിയമനിർമ്മാണം നടത്തിയത്. അതിനുശേഷമുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പരസ്പരം വിദ്വേഷം ജനിപ്പിക്കാൻ ഉപകരിക്കുന്നത് മാത്രമായിരിക്കും. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൗഹാർദ്ദവും അതുപോലെ തന്നെ സൗഹൃദവുമൊക്കെ സമാധാനവുമൊക്കെ തകർക്കാൻ ഉപകരിക്കുന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അപകടകരമായിരിക്കും. പല ചരിത്രങ്ങളും നമ്മൾ പരിശോധിച്ചാൽ പലതും നമുക്ക് ചികഞ്ഞെടുക്കാൻ കഴിയും. ഇപ്പൊ ബുദ്ധ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ബുദ്ധ വിഹാരങ്ങളും ഒക്കെ പലപ്പോഴും നശിപ്പിക്കപ്പെടുകയും അത് മാറ്റിമറിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നതിൽ നമുക്ക് തർക്കങ്ങളൊന്നുമില്ല. പക്ഷെ സ്വാഭാവികമായും അതൊക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലും മറ്റുമുള്ള ചില ചരിത്രകാരന്മാർ എഴുതി വെച്ച പല ചരിത്രങ്ങളും ഇപ്പോൾ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ വേണ്ടി അവർ ചെയ്ത പ്രവർത്തനത്തെ നമ്മൾ പിന്തുടരുകയാണെന്ന് വരും. അതിലേക്ക് പോകുന്നതിന് പകരം നിലവിലുള്ള ഒരു സഹിഷ്ണുതാ മനോഭാവം നിലനിർത്താനും സമാധാനം സ്ഥാപിക്കാനുമുള്ള വാക്കുകളാണ് നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ, ഈ പറഞ്ഞു വരുന്നത് 91 ആരാധനാലയ സംരക്ഷണ നിയമത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷേ അത് തന്നെ മാറ്റിമറിച്ചുകൊണ്ട് മറ്റൊരു നിയമം കൊണ്ടുവരാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നു. അങ്ങനെയുള്ള ചില റിപ്പോർട്ടുകളൊക്കെ വരുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി ഈ കോടതി വിധിയെ കാണുമ്പോൾ അത് എത്രത്തോളം ഗൗരവതരമായി, എത്രത്തോളം കൂടുതൽ ഗൗരവതരമായി കാണണം എന്നുകൂടി വ്യാഖ്യാനിക്കുന്നു. തീർച്ചയായും വളരെ ഗൗരവതരമായ കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് 91 അങ്ങനെ ഒരു നിയമം പാർലമെന്റ് പാസ്സാക്കിയ സ്ഥിതിക്ക് പിന്നീട് അത് മാറ്റിമറിക്കുന്നത് ഒരു പക്ഷേ പല ആരാധനാലയങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കും. സ്വാഭാവികമായി നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് കുത്തബുദ്ദീൻ ഐബക്കും ഉൽത്തുമിഷും ഒരുമിച്ച് നിർമ്മിച്ച അവർ രണ്ടുപേരും കൂടി, ഒരാൾ നിർമ്മാണം തുടങ്ങി മറ്റയാൾ നിർമ്മാണം പൂർത്തിയാക്കി, കുത്തബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന എല്ലാ മതവിഭാഗവും അംഗീകരിച്ചിരുന്ന ഒരു വലിയ സൂഫിവരിന്റെ പേരിൽ സമർപ്പിക്കപ്പെട്ട കുത്തബ് മീനാറിന്റെ മേൽ പോലും അവകാശവാദം ഉന്നയിക്കുന്ന കാലഘട്ടം വന്നു. അതുപോലെ തന്നെ താജ്മഹലിന്റെ മേൽ പോലും അവകാശവാദം ഉന്നയിക്കുന്ന കാലഘട്ടം വന്നു. ഇതൊക്കെ എത്രയോ കാലമായി നമ്മുടെ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന്റെ പ്രൗഢ പ്രതീകങ്ങളും രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം ലഭിക്കുന്ന വിദേശികൾ പോലും കടന്നു വന്ന് നമ്മുടെ രാജ്യത്തിന് വിദേശ നാണ്യം തരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതിന്മേലൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്തുള്ളപ്പോൾ അത് വീണ്ടും മാറ്റിമറിച്ച് ഒരു സംഘർഷാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എത്രമാത്രം അപകടകരമായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ബാബരി മസ്ജിദിന്റെ പ്രശ്നത്തിൽ തന്നെ കൃത്യമായി നമ്മുടെ രാജ്യത്ത് കോടതി വിധി വന്ന സമയത്ത് കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ. എന്നിട്ട് പോലും മുസ്ലിങ്ങൾ അത് അംഗീകരിക്കുകയും അതനുസരിച്ച് കോടതി വിധിയെ മാനിക്കുകയും ചെയ്തു. അവിടെ ഓറൽ എവിഡൻസ് മാത്രം. ഓക്കെ, അത് സമ്മതിക്കാം ശ്രീ അബ്ദുൾ സമദ് പൂക്കോട്ടൂർ. അപ്പോഴും ഈ പറഞ്ഞു വരുന്നതിന് കൂട്ടിൽ അബ്ദുൾ ഹക്കീം അസരി പറഞ്ഞിരിക്കുന്നത് ശബരിമലയെ കുറിച്ച് കൂടിയാണ്. ഈ ഗവേഷണപരമായിട്ട് ഇത്തരം ചില വാദങ്ങളൊക്കെ തള്ളിക്കളയാവുന്നതല്ല. എങ്കിൽ പോലും ശബരിമലയുടെ രാഷ്ട്രീയ പ്രാധാന്യവും രാഷ്ട്രീയ തർക്ക വിതർക്ക സാധ്യതകളൊക്കെ അറിയുന്ന രീതിയിൽ ശബരിമല ഒരു പഴയ ബുദ്ധവിഹാര കേന്ദ്രമെന്നും എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ശക്തമായിട്ടുള്ള മറുപ്രതികരണങ്ങൾക്ക് വഴിവെച്ചേക്കാം. അവിടെ സ്വാഭാവികമായും ഇപ്പോൾ ശബരിമല എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു ആരാധനാലയമാണ്. ആ ആരാധനാലയത്തിൽ അവർ പോകുമ്പോൾ സ്വാഭാവികമായും അതിന്റെ തൊട്ടടുത്തുള്ള വാവർ സ്വാമിയെയും അവർ കാണാറുണ്ട്. വാവരും അയ്യപ്പനും നിലനിന്നിരുന്ന ആ സൗഹൃദം അതാണ് നിലനിർത്തേണ്ടത്. അവിടെ ഇനി നമ്മൾ പുതിയ ചരിത്രം കൊണ്ടുവന്ന് പഴയ കഥകൾ മാന്തി പറിച്ചു ഉണ്ടാക്കിയ സമൂഹത്തിൽ ഒരു പ്രത്യേകമായ വിദ്വേഷം ജനിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രസ്താവനകൾ
ഈ സന്ദർഭത്തിൽ പ്രത്യേകിച്ചും അനുയോജ്യമല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവിടെ പഴയകാല ചരിത്രം ചികഞ്ഞെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധവിഹാരമാണെന്നോ അല്ലെങ്കിൽ ബുദ്ധവിഭാഗത്തിന്റെ അവകാശവാദമോ ഒക്കെ തെളിയിക്കാനോ അല്ലെങ്കിൽ അന്വേഷിക്കാനോ ഒക്കെയുള്ള പഴുതുകളും അതുപോലെ തെളിവുകളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഇപ്പോൾ അങ്ങനെ ഒന്ന് ഉന്നയിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹൃദാന്തരീക്ഷത്തെ തകർക്കും. അതുകൊണ്ട് അത്തരം അപകടകരമായ അല്ലെങ്കിൽ അസ്വാരസ്യം ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള വാദഗതിയിലേക്കും അന്വേഷണങ്ങളിലേക്കും പോകാതെ 91 സ്ഥിതി നിലനിർത്താൻ, 91 നിയമം പാസാക്കിയ 947 സ്ഥിതി നിലനിർത്താനുള്ള ഒരു ശ്രമമാണ് വേണ്ടത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒരിക്കലും സംഘർഷമുണ്ടാക്കുന്ന തരത്തിൽ പുതിയ ചരിത്രത്തിലേക്കോ പുതിയ അന്വേഷണത്തിലേക്കോ പോകുന്നത് രാജ്യത്തിന്റെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഗുണകരമാവില്ല. അങ്ങനെയാണ് അബ്ദുൽ ഹക്കീം അസരീം പറഞ്ഞിരിക്കുന്നത് എന്നുകൂടിയാണ് താങ്കൾക്ക് തോന്നുന്നത് അല്ലേ? അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞതിന്റെ വിശദവിവരം എനിക്ക് ലഭ്യമായിട്ടില്ല. പക്ഷെ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം എനിക്ക് പറയാൻ കഴിയൂ. ഇനി ആരാണെങ്കിലും ശരി, സംഘർഷമുണ്ടാക്കുന്ന രീതിയിൽ പുതിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അസ്വാരസ്യം ഉണ്ടാക്കാൻ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല.